ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഹൈമവതിക്ക് അരികിലേക്ക് എത്തി വിവരങ്ങൾ അന്വേഷിക്കുന്ന ദേവയാനിയെ കളിയാക്കുന്ന രീതിയിൽ ഹൈമവതി സംസാരിക്കുന്നു. ഇത് കേൾക്കുന്ന ദേവയാനി, എന്തിനാണ് ഹൈമവതി എന്നെ കുറ്റപ്പെടുത്തുന്നത്, എന്നെ പരിഹസിക്കുകയാണോ എന്നുള്ള ഹൈമവതിയോടുള്ള ചോദ്യം കേട്ട് ഉടനെ തന്നെ ഹൈമവതി പറഞ്ഞു, ഞാൻ നാത്തൂനോട് പിന്നെ എന്താ പറയേണ്ടത്? ഇങ്ങനെ നടുവിന് വേദനയായി ദേഹമാസകലം വേദനിച്ച് വീഴ്ചയും കഴിഞ്ഞ് ഇവിടെ വന്ന് കിടക്കുന്ന എന്റെ അരികിൽ വന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പിന്നെ എന്ത് മറുപടി പറയും? അതുമല്ല, എന്തായാലും നാത്തൂൻ ഞങ്ങളോട് കാണിച്ചത് വല്ലാത്ത ചതിയായി പോയി. എല്ലാത്തിനും ഞങ്ങൾക്കൊപ്പം കൂടെ നിന്നിട്ട് അവസാനം മഹിയെയും ഗംഗയെയും സ്വീകരിക്കുവാനായി, അതും ആ അടുക്കള പെണ്ണിനെ സ്വീകരിക്കാൻ താലം എടുത്തുകൊണ്ട് ചെല്ലാനായി പറഞ്ഞില്ലേ, ആരതിയുമായി ചെല്ലാൻ സീമയോട് പറഞ്ഞില്ലേ, അത് വല്ലാത്ത മോശമായി പോയി നാത്തൂനെ. നാത്തൂൻ അങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും ഞങ്ങൾ കരുതിയിരുന്നില്ല എന്ന ഹൈമവതി പറഞ്ഞത് കേട്ട് ദേവയാനി പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല നാത്തൂനെ. അത് നാത്തൂന് തന്നെ അറിയാവുന്ന കാര്യമല്ലേ. അത് മാത്രമല്ല, ഞാൻ അങ്ങനെ പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഞാൻ അങ്ങനെ പറയില്ല. പിന്നെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞതും ഹൈമവതി ചോദിച്ചു, പിന്നെ ആ സീമ പിന്നെ എങ്ങനെയാ നാത്തുവിന്റെ ശബ്ദം ശരിക്ക് കേട്ടത്? അത് കൃത്യമായി കേട്ടത് കൊണ്ടല്ലേ സീമ ആ സമയത്ത് ആരതിയുമായി അവിടേക്ക് വന്നത് എന്ന് ഹൈമവതി അന്വേഷിച്ചു. ഹൈമവതിയുടെ ചോദ്യം കേട്ട് ദേവയാനി പറഞ്ഞു, ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. സീമ എന്റെ ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പൊ പിന്നെ അതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാനും ആലോചിക്കുന്നത് എന്ന് ദേവയാനി സംശയം പ്രകടിപ്പിച്ചതും ഉടനെ തന്നെ ഹൈമവതി സംശയത്തോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഇനി ഇതാ ഗൗരിയുടെ പണിയായിരിക്കുമോ? ഗൗരി ആയിരിക്കുമോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? അത് കേട്ട ഉടനെ ശ്രേയ പറഞ്ഞു, എന്തായാലും ആന്റി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് വലിയ മോശമായി പോയി. എല്ലാത്തിനും ഞങ്ങൾക്കൊപ്പം നിന്നിട്ട് അവസാനം ഞങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം കാട്ടിയത് അത് വല്ലാത്ത വേദനയായി പോയി എന്ന് പറയുമ്പോ ദേവയാനി പറഞ്ഞു, ഹൈമവതി പറഞ്ഞതുപോലെ തന്നെ എനിക്കും തോന്നുന്നത് ഇതാ ഗൗരിയുടെ കളികളായിരിക്കുമോ എന്നാണ്. വിവാഹം മുടക്കാൻ കഴിഞ്ഞ തവണ അവൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയതുകൊണ്ട് ഇത്തവണ അവളെ തടയുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും നമ്മൾ നടത്തിയതായിരുന്നല്ലോ. മണ്ഡപത്തിലേക്ക് അവൾക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ നമ്മൾ എല്ലാ കെണികളും ഒരുക്കിയതാണ്. എന്നിട്ടും ഇത്തവണ ആ വിവാഹം മുടങ്ങി. അതിന് കാരണം മഹിയുടെ പെട്ടെന്നുള്ള എടുത്തുചാട്ടം തന്നെയാണ്. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഇതിന് പിന്നിൽ ഗൗരിയുടെ എന്തോ കളികൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഹേമ എന്റെ ശബ്ദം സീമ എന്റെ ശബ്ദം എങ്ങനെയാണ് കേൾക്കുക എന്ന് ദേവയാനി പറഞ്ഞു. ഉടനെ തന്നെ ഹൈമവതി പറഞ്ഞു, അപ്പോ അവൾക്ക് മിമിക്രി അറിയാവോ? ആ ഗൗരിയെ കൊണ്ട് തോറ്റല്ലോ. അവൾ എന്തെല്ലാം കാര്യങ്ങളാ ചെയ്തു കൂട്ടുന്നത്. അവൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനാവോ? ഈ ഗൗരി എന്ന് പറയുന്ന ആ പിശാച് കാരണം മനുഷ്യർക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ മേലെന്നായല്ലോ. അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ആർക്കും കഴിയില്ലേ എന്നെല്ലാം ദേവയാനിയോട് ആശങ്കയോടെ ഹൈമവതി ചോദിച്ചത് കേട്ട് ശ്രേയ അരികിലേക്ക് വന്ന് പറഞ്ഞു, എന്റെ അമ്മ ഒന്ന് പതുക്കെ പറ, അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും. അങ്ങനെയാണെങ്കിലേ അമ്മ ഈ കട്ടിലോടെ എടുത്ത് അവള് നിലത്തിടും. അതുകൊണ്ട് അമ്മയൊന്ന് സമാധാനത്തോടെ ഇരിക്കേ എന്ന് ശ്രേയ ഹൈമവതിയെ താക്കീത് ചെയ്തു. ഉടനെ തന്നെ ഹൈമവതി പറഞ്ഞു, എങ്ങനെ സമാധാനപ്പെടും മോളെ? നമുക്ക് എത്ര തവണയാണ് ഇങ്ങനെ ഒരു അപമാനം ഉണ്ടായത്? എന്റെ മോളുടെ ജീവിതം മഹിയോടൊപ്പം അവൾ ജീവിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അവസാനം എല്ലാ ശ്രമങ്ങളും പാഴായ അവസ്ഥയിൽ ഇപ്പോ തിരിച്ചടികൾ മാത്രമായി നമ്മൾ ഈ അവസ്ഥയിൽ നിൽക്കുന്നു. ഇതിനെല്ലാം ആ ഗൗരി കൂടി കാരണക്കാരിയാണെന്ന് കൂടി വന്നതോടെ ഇനി എന്ത് ചെയ്യാനാണ്? നമ്മൾ എന്ത് ചെയ്തു കൂട്ടിയാലും അതൊക്കെ തിരിച്ചടിയായി ഭവിക്കുകയാണല്ലോ. ഇനിയെങ്കിലും എന്റെ മോൾക്ക് മഹിയോടൊപ്പം ഒരു ജീവിതം ഉണ്ടാകുമോ നാത്തൂനെ? മഹിയുടെ ഭാര്യയായി എന്നെ മോൾക്കൂടെ ജീവിക്കാനാകുമോ എന്ന് ചോദിച്ചതും ഹൈമവതിയുടെ ആ ചോദ്യം കേട്ട് ദേവയാനി പറഞ്ഞു, പറ്റും. മഹിയുടെ ഭാര്യയായി ശ്രേയ മാത്രമേ ഈ വീട്ടിൽ ജീവിക്കൂ. ശ്രേയ തന്നെയായിരിക്കും മഹിയുടെ ഭാര്യയാവുക. അതിൽ യാതൊരു തിരുത്തും ഉണ്ടാവുകയില്ല എന്ന് ദേവയാനി പറഞ്ഞത് കേട്ട് ഹൈമവതി ചോദിച്ചു, അല്ല നാത്തൂനെ, അതിനിപ്പോ എങ്ങനെയാ സംഭവിക്കുക? ഇനിയും അങ്ങനെ ഒരു മോഹം എന്റെ മോൾക്ക് കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചതും ദേവയാനി പറഞ്ഞു, അതെ, മുമ്പ് തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം മഹി അന്ന് ഗൗരിയെ വിവാഹം കഴിച്ചതായിരുന്നില്ലേ? എന്നിട്ടിപ്പോ എന്താ സംഭവിച്ചത്? ആ ഗൗരി ഇപ്പോ എവിടെയാണ്? അതുകൊണ്ട് തന്നെ അതേ അവസ്ഥ തന്നെ ഗംഗയ്ക്കും വന്നു ഭവിക്കും. ഗംഗയും ഇനി മഹിയോടൊപ്പം ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് ശ്രേയ തന്നെ മഹിയുടെ ഭാര്യയായി ഈ കൈലാസത്തിൽ ജീവിക്കുമെന്ന് ദേവയാനി ഹൈമവതിക്കും ശ്രേയയ്ക്കും വാക്ക് നൽകുന്നു. അത് കേട്ടതോടെ ശ്രേയ പറഞ്ഞു, അതെ ആന്റി, ഇനി ആ ഗംഗ അവൾ ജീവനോടെ ഉണ്ടാകാൻ പാടില്ല. അവളെ ഏത് വിധേനയും ഇവിടെ നിന്ന് ഓടിക്കണം, അല്ലെങ്കിൽ അവളെ ഇല്ലാതാക്കണം. അതാണ് വേണ്ടത്. അതിനേക്കാളൊക്കെ ഉപരി ഇന്ന് വലിയൊരു പ്രശ്നം മറ്റൊന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഇന്ന് അവരുടെ ഫസ്റ്റ് നൈറ്റ് ആണ്.
അത് എങ്ങനെ നമുക്ക് മുടക്കാൻ കഴിയും? അത് നടക്കരുത് എന്ന് ശ്രേയ അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ ദേവയാനി പറഞ്ഞു, അതിനുള്ള വഴി എനിക്കറിയാം, അതെങ്ങനെ മുടക്കണമെന്ന്. അത് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. അതിനു വേണ്ട കാര്യങ്ങളും പദ്ധതികളും ഒക്കെ എന്റെ മനസ്സിലുണ്ട് എന്ന് ദേവയാനി അറിയിച്ചു. അപ്പോഴേക്കും ദേവയാനി അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ശ്രേയയുടെയും ഹൈമവതിയുടെയും ഒപ്പം നിൽക്കുമ്പോൾ കൈലാസത്തിലേക്ക് നകുലും മറ്റു രണ്ട് ഗുണ്ടകളും കൂടി എത്തുന്നു. നകുൽ വാതിക്കൽ വന്ന് ഗംഗയെ വിളിച്ചു. ഗംഗെ, ഇറങ്ങി വാ, ഇറങ്ങി വരാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് നകുൽ ബഹളം വെച്ചു. ആ ശബ്ദം കേട്ടുകൊണ്ട് അവിടേക്ക് ജാനകിയമ്മ എത്തി. ജാനകിയമ്മ വാതിക്കൽ എത്തിയതും നകുലും മറ്റു രണ്ട് ഗുണ്ടകളും കൂടി വന്ന് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് കണ്ടതോടെ ജാനകിയമ്മ ആകെ ടെൻഷനിലായി. അരികിലേക്ക് വന്ന് ജാനകിയമ്മ പറഞ്ഞു, മോനെ നകുലെ, നീ ഒന്ന് സമാധാനിക്കേ, ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞതും നകുൽ അരികിലേക്ക് എത്തി പറഞ്ഞു, ഓഹോ, അത് ശരി, നിങ്ങൾ ഇവിടെയുണ്ട് അല്ലെ? ഇപ്പോഴും നിങ്ങൾക്ക് സംസാരിക്കാനൊക്കെ കഴിയുന്നുണ്ടല്ലോ അല്ലെ? നിങ്ങൾ എനിക്ക് തന്ന വാക്ക് എന്തായി മാറി? നിങ്ങളുടെ ആ മകളുണ്ടല്ലോ, പഞ്ചപാവമായിട്ടുള്ള പൂച്ചക്കുട്ടി, എന്നിട്ട് അവൾ എന്താ ചെയ്തത്? അവൾ ഈ വീട്ടിൽ കയറിക്കൂടി ഇവിടെയുള്ളവനെ പാട്ടിലാക്കി അവന്റെ കൂടെ ചുറ്റി നടന്ന് അവസാനം അവനെ കൊണ്ട് അവളുടെ കഴുത്തിൽ അവൾ താലി കെട്ടിച്ചു. ഇത് കാണാനായിരുന്നെങ്കിൽ എന്നെ എന്തിനാണ് വെറുതെ ഇതിലേക്ക് വിളിച്ച് വലിച്ചിട്ടത്? എന്തായാലും ഇനി ഞാൻ അവളില്ലാതെ ഇവിടുന്ന് പോകില്ല. അവളെ കാണിച്ച് എന്നെ മോഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗംഗയുമായിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജാനകിയമ്മയോട് ബഹളം വെച്ച് നിൽക്കുന്ന സമയത്ത് ഗംഗ മുന്നിലേക്ക് എത്തുന്നു. ആഹാ, ദേ നിൽക്കുന്നു മുത്തശ്ശിയുടെ പൂച്ചക്കുട്ടി. അതെ, ഒന്നും അറിയാത്ത പഞ്ചപാവമാണല്ലോ ഇവൾ. അതുകൊണ്ട് തന്നെ ഇവളെ ഞാൻ അങ്ങ് കൊണ്ടുപോകുക. ഇനി ഇത്രയും വിളിച്ചു കൂട്ടിയ നാട്ടുകാരുടെ മുന്നിലെല്ലാം എനിക്ക് അപമാനിതനാക്കേണ്ടി വന്നു. അതിനെല്ലാം പരിഹാരം ഇവളെ അങ്ങ് കൊണ്ടുപോകുന്നത് മാത്രമാണ്. അതുകൊണ്ട് ഗംഗെ, നീ മര്യാദയ്ക്ക് എൻ്റെ കൂടെ ഇറങ്ങി വരുന്ന നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുക തന്നെ ചെയ്യും. അപ്പോഴേക്കും ഗംഗ ആകെ ടെൻഷനോടെ അവിടെ നിൽക്കുന്നത് കണ്ടതും നകുലിന്റെ കൂടെയുള്ള ഗുണ്ടകളോട് നകുൽ പറഞ്ഞു, ചെന്ന് പിടിച്ചോണ്ട് വാടാ അവളെ. ഉടനെ തന്നെ നകുലും ആ ഗുണ്ടകളും അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോ ഗംഗ വേഗം പേടിച്ച് അകത്തേക്ക് ഓടിപ്പോന്നു. ഈ സമയത്ത് നകുൽ അകത്തേക്ക് കയറാൻ തുടങ്ങുന്നത് കണ്ട് ജാനകിയമ്മ പിടിച്ചു നിർത്താൻ ഒരുങ്ങി. നകുലെ, നീ പറയുന്ന ഒന്ന് കേൾക്കുമോനെ എന്ന് പറഞ്ഞ് നകുലിനെ സമാധാനപ്പെടുത്താനായി ജാനകിയമ്മ ശ്രമിക്കുമ്പോ ജാനകിയമ്മയോട് നകുൽ തട്ടിക്കയറി, വേണ്ട, നിങ്ങളുടെ ഒരു വാക്കും എനിക്ക് കേൾക്കണ്ട. എനിക്ക് നിങ്ങൾ ഗംഗയെ കാണിച്ച് എന്നെ മോഹിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവളെയും കൊണ്ട് ഇവിടുന്ന് പോകൂ എന്ന് പറഞ്ഞ് ഗംഗയെ കൊണ്ടുപോകാനായി താൻ ഒരുങ്ങി എത്തിയതാണെന്ന് അറിയിച്ചുകൊണ്ട് നകുൽ അകത്തേക്ക് കയറുന്നു. ഈ സമയത്ത് വിശ്വനാഥനും ദേവയാനിയും രാഹുലും രേഷ്മയും സീമയും എല്ലാവരും ഹാളിലേക്ക് എത്തുന്നു. ഗംഗയോടൊപ്പം അവിടേക്ക് മാളുവും വന്നതും അവസാനം ജാനകി അമ്മ അവർക്കരികിലേക്ക് ഓടിയെത്തി. നകുൽ വന്ന് പറഞ്ഞു, ഓഹോ, അപ്പോ കൈലാസം വീട്ടിലുള്ള എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് അല്ലെ? നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിട്ടാണോ ഇങ്ങനെ ഒരു നീതികേട് എനിക്ക് നേരെ നടത്തിയത്, ഇങ്ങനെ ഒരു മാനക്കേട് എനിക്കുണ്ടാക്കിയത് എന്ന് ചോദിച്ച് നകുൽ ബഹളം വെച്ചു. ഇത് കേട്ട ഉടനെ തന്നെ ശ്രേയയും ഹൈമവതിയും നകുലിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞതും ഹൈമവതി പറഞ്ഞു, അല്ല, ആ നകുൽ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടല്ലോ, നീ അങ്ങോട്ടൊന്ന് ചെന്നേ, എനിക്ക് നടുവിന് വേദനയായതുകൊണ്ട് എനിക്ക് ആ കാഴ്ചയൊന്നും കാണാനും കഴിയുന്നില്ല, നീ ഒന്ന് ചെന്നേ മോളെ എന്ന് ശ്രേയയോട് ഹൈമവതി ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും ദേവയാനി നകുലിനോട് പറഞ്ഞു, നകുൽ, നീ പറയുന്നത് പോലെ ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല. ഞങ്ങൾ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടുമില്ല. ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. സത്യത്തിൽ ഇന്ന് നടന്ന വിവാഹം അത് ഞങ്ങളാരും പ്രതീക്ഷിച്ചതായിരുന്നില്ല. ഞങ്ങൾക്കാർക്കും അതിൽ യാതൊരു പങ്കുമില്ല. ആ സമയത്ത് അങ്ങനെ ഒരു പ്രവൃത്തി മഹിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഞങ്ങൾ കരുതിയതായിരുന്നില്ല എന്ന് പറഞ്ഞത് നകുൽ പറഞ്ഞു, ഓ, നിങ്ങളൊക്കെ ഇപ്പൊ നിഷ്കളങ്കരായി മാറി അല്ലെ? അങ്ങനെയല്ലേ നിങ്ങൾക്ക് പറയാനാകൂ. എന്തായാലും നാണക്കേടും മാനക്കേടും ഉണ്ടായത് എനിക്ക് തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിനുള്ള പരിഹാരവും എനിക്ക് ഇവിടുന്ന് തന്നെ വേണം. അതിന് ഗംഗ ഇവിടുന്ന് കൊണ്ടുപോകും, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്കൊക്കെ ഇപ്പോ ഇതൊക്കെ അങ്ങ് ശ്രമിച്ചും സഹിച്ചും അങ്ങ് വിടാം. നിങ്ങളുടെ മനസ്സിലെ വേദന കുറച്ചു നാൾ കഴിയുമ്പോൾ അങ്ങ് മാറും. എന്നാലേ ഈ നകുലിന്റെ അവസ്ഥ അങ്ങനെയല്ല. നകുലിനുണ്ടായ നഷ്ടവും വേദനയും അത് എത്രത്തോളമാണെന്ന് നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഗംഗയെ കൊണ്ടുപോകും. അവളെ കൊണ്ടുപോകാതെ ഇനി എനിക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് ഞാൻ അവളുമായി ഇവിടുന്ന് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല എന്ന് നകുൽ അറിയിച്ചു. ഈ സമയത്ത് ഹൈമവതി ശ്രേയോട് പറഞ്ഞു, നീ അങ്ങോട്ടൊന്ന് ചെന്നേ മോളെ. അപ്പോഴേക്കും ശ്രേയ പറഞ്ഞു, അമ്മേ, ഞാൻ അവിടെ പോയാലേ ആ നകുലുണ്ടല്ലോ, അവനൊരു ഒറ്റബുദ്ധിക്കാരനാണ്. അവൻ വായി തോന്നുന്നതൊക്കെ അവൻ വിളിച്ചു പറയും. അത് മാത്രമല്ല, ഞാൻ ഇനി അവന്റെ മുന്നിൽ ചെന്ന് നിന്ന് ചിലപ്പോ അവൻ ഓരോന്നും വിളിച്ചു പറയുന്ന കൂട്ടത്തിൽ എന്റെ പേര് കൂടി പറഞ്ഞാലോ, ഞാനും അവനൊപ്പം ഉണ്ടെന്ന് പറഞ്ഞാലോ എന്ന് പറഞ്ഞത് കേട്ട് ഹൈമവതി പറഞ്ഞു, അങ്ങനെ അവർ പറഞ്ഞാൽ നീ അതങ്ങ് നിഷേധിക്കണം, അത്രമാത്രം.
ഉടനെ നകുൽ ജാനകി അമ്മയോട് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടേക്ക് മഹിയും ഇന്ദ്രനും എത്തി. എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് വന്ന് മഹി അന്വേഷിച്ചതും ഉടനെ നകുല് പറഞ്ഞു, ഓ ഉണ്ടായിരുന്നു ഇവിടെ, ആളെത്തിയല്ലോ എന്ന് പറഞ്ഞ് നകുല് മഹിക്ക് നേരെ തിരിഞ്ഞു. ഈ സമയത്ത് അതെല്ലാം കേട്ടുനിന്ന ശ്രേയയോട് ഹൈമൂരി പറഞ്ഞു, മോളെ നീ അവൻ പറയുന്നതൊക്കെ അങ്ങ് നിഷേധിച്ചാ പോരെ, ചെല്ല്, മഹിയുമായിട്ട് വലിയൊരു ഏറ്റുമുട്ടൽ തന്നെ ഇപ്പൊ ഉണ്ടാവും തോന്നും. ചിലപ്പോ മഹിയെ തല്ലി അവശനാക്കി ആ നകുല് ആ ഗുണ്ടകളും ആ പെണ്ണിനെ അങ്ങ് കൊണ്ടുപോയാൽ മതിയായിരുന്നു എന്ന് ഹൈമവതി പറയുമ്പോ ശ്രേയ പറഞ്ഞു, അമ്മേ ഞാൻ അവിടെ ചെന്ന് നിന്നാലേ അവൻ എന്റെ പേര് പറയുമ്പോ ഞാനത് നിഷേധിക്കുന്നു എന്ന് വെച്ചാൽ അവൻ തെളിവ് സഹിതം എല്ലാവരോടും പറഞ്ഞാലോ. അപ്പോഴേക്കും ഹൈമവതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വേണ്ട മോളെ, നീ ഇവിടെ തന്നെ നിന്നാ മതി, അത് വലിയ പ്രശ്നമായാലോ. അല്ല അവൻ എങ്ങനെയാ തെളിവ് കാണിക്കുക, അതിന് എന്ത് തെളിവ് അവന്റെ കയ്യിലുള്ളത് എന്ന് ഹൈമവതി അന്വേഷിച്ചു. ഉടനെ ശ്രേയ പറഞ്ഞു, അതമ്മേ ഞാൻ എത്ര തവണ അവനെ ഫോൺ ചെയ്തിട്ടുണ്ട്, അവൻ ആ ഫോൺ റെക്കോർഡ്സ് ഒക്കെ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ അവനത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ അതൊക്കെ എനിക്കെതിരെയുള്ള വലിയ തെളിവുകളല്ലേ അമ്മേ. അതുകൊണ്ട് തന്നെ തൽക്കാലം ഞാൻ അവന്റെ മുന്നിൽ ചെന്ന് ചാടാതിരിക്കുന്നതല്ലേ എന്തുകൊണ്ടും ഭേദം എന്ന് പറയുമ്പോ മഹിയുടെ അരികിലേക്ക് എത്തി നകുൽ പറഞ്ഞു, അതെ അന്ന് മണ്ഡപത്തിൽ വെച്ച് നടന്നതൊക്കെ ഞാൻ അങ്ങ് മറക്കാം, എന്താ അത് മഹിക്കും അനുകൂലമായിട്ടുള്ള കാര്യല്ലേ എന്ന് ചോദിച്ചതും ഇന്ദ്രൻ പറഞ്ഞു, എല്ലാം മറക്കാമെങ്കിൽ പിന്നെ എന്തിനാ നീ ഇപ്പൊ ഇവിടേക്ക് വന്നത്, നീ എല്ലാം മറന്നതാണെങ്കിൽ വീണ്ടും ഈ വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നത് എന്തിനാണ് നകുലെ എന്ന് ഇന്ദ്രൻ അന്വേഷിച്ചു. അപ്പോഴേക്കും മാളൂട്ടി മഹിക്ക് അരികിലേക്ക് ഓടിയെത്തിയിട്ട് പറഞ്ഞു, അച്ഛാ ഇയാളോട് ഇവിടുന്ന് പോകാൻ പറ, ഇയാൾ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്, ഇയാൾക്ക് ഈ വീട്ടിൽ ഇനി എന്ത് കാര്യമുള്ളത്, ഇപ്പോ ഗംഗ അച്ഛന്റെ ഭാര്യയല്ലേ, എന്റെ അമ്മയായിട്ട് അച്ഛൻ ഗംഗയെ വിവാഹം കഴിച്ചല്ലേ, ഇനിയും ഗംഗയുടെ മേൽ അവകാശം പറഞ്ഞാണോ ഇയാൾ വന്നിരിക്കുന്നത്, ഇയാളോട് പോകാൻ പറയച്ചാ എന്ന് മഹിയോട് മാളു ആവശ്യപ്പെട്ടു. അത് കേട്ടതും മാളുവിനോട് മഹി പറഞ്ഞു, മോള് വിഷമിക്കണ്ട കേട്ടോ, ഗംഗയെ ആരും ഇവിടുന്ന് കൊണ്ടുപോയില്ല, മോള് അങ്ങോട്ട് മാറി നിന്നോ എന്ന് പറഞ്ഞ് മഹി നകുലിനോട് ചോദിച്ചു, നീ ഇപ്പോ എല്ലാം ക്ഷമിക്കാമെന്നല്ലേ പറഞ്ഞത്, എല്ലാം മറക്കാനും പൊറുക്കാനും തയ്യാറായെന്ന്, അങ്ങനെയാണെങ്കിൽ മണ്ഡപത്തിൽ വെച്ച് നടന്നതിനൊക്കെ നമ്മൾ പരസ്പരം എല്ലാം പറഞ്ഞ് അതിനെല്ലാത്തിനും വേണ്ട പരിഹാരവും പറഞ്ഞതാണല്ലോ, ഇനിയും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഇവിടെ വരണ്ട, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ നോക്ക് നകുൽ എന്ന് മഹി അറിയിച്ചതും നകുലിനോട് മഹി പറഞ്ഞത് കേട്ട് നകുൽ പറഞ്ഞു, അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ, ഞാനെല്ലാം ക്ഷമിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞത് മഹി ഗംഗയുടെ കഴുത്തിൽ കെട്ടിയ ആ താലി അത് ഞാൻ അങ്ങ് മറന്നോളാം, അതൊരബദ്ധം സംഭവിച്ചാണെന്ന് ഞാൻ അങ്ങ് ചിന്തിച്ചോളാം, എനിക്ക് ഗംഗയെ കൊണ്ടുപോയേ പറ്റൂ, ഗംഗയില്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല, എനിക്ക് ഗംഗയെ വേണം, അതിനാണ് ഞാനിപ്പോ വന്നത്. ഇത് കേട്ട ഉടനെ ഗംഗ പറഞ്ഞു, ദേവിയര് നിങ്ങൾ എന്റെ പേര് പറഞ്ഞ് ഇവിടെ വഴക്കുണ്ടാക്കരുത്, ബഹളം വെക്കരുത്, ദയവായിട്ട് ഒന്ന് പോകൂ എന്ന് പറഞ്ഞത് നകുൽ പറഞ്ഞു, അത് ശരി, ഇപ്പോ അങ്ങനെയായല്ലേ, നീ എന്നോട് അന്ന് സംസാരിച്ചതും അടുത്തിടപഴകിയതും ഒക്കെ അപ്പോ മറ്റു പലതും മനസ്സിൽ വെച്ചിട്ടായിരുന്നെങ്കിൽ വെറുതെ എന്തിനാ എന്നെ ഇങ്ങനെ ഒരു വേഷം കെട്ടിച്ചത്, അതുകൊണ്ട് തന്നെ നീ ഇല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല എന്ന് നകുൽ അറിയിച്ചു. അങ്ങനെ നകുൽ പോകൂല്ല എന്നുള്ള ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് കേട്ട് ശ്രേയ ഉടനെ ഹൈമോരിയോട് പറഞ്ഞു, അമ്മേ എന്തായാലും അവിടെ മഹിയേട്ടനും ചെന്നിട്ടുണ്ട്, രണ്ടുപേരും കൂടി ഇന്ന് ഇവിടെ വലിയൊരു കോലാഹലം തന്നെ ഉണ്ടാക്കും, അത് തീർച്ചയാണ്. ആ നകുൽ ഇന്ന് ചിലപ്പോ മഹിയേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടുവോ അതോ മഹിയേട്ടന്റെ കയ്യിൽ നിന്ന് ഗംഗയുമായി നകുൽ കടന്നു കളയുമോ എന്നതാണ് ഇനി അറിയേണ്ടത് എന്ന് ശ്രേയ ഹൈമവതിയോട് അറിയിച്ചു. ഈ സമയത്ത് ഗംഗയുടെ അരികിലേക്ക് ചെന്ന് നകുൽ ഗംഗയുടെ കൈ പിടിച്ച് വാ ഗംഗ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ നിന്ന് മഹി വേഗം തന്നെ നകുലിനെ ചവിട്ടുന്നു. അങ്ങനെ നകുലുമായിട്ട് വലിയൊരു ഏറ്റുമുട്ടൽ തന്നെ നടത്തുന്നു. നകുലിനെ മഹിയും രാഹുലും ചേർന്ന് ശരിക്കും പെരുമാറുകയും ഒപ്പം വിശ്വനാഥനും ചേർന്ന് നകുലിനെ തല്ലുന്നു. അതിനുശേഷം നകുലിനിട്ട് തല്ലു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നകുലിന്റെ കൂടെ വന്ന ഗുണ്ടകളെ ഇന്ദ്രനും രാഹുലും ചേർന്ന് പെരുമാറുന്നു. അങ്ങനെ വലിയൊരു സംഘടന തന്നെ അവിടെ നടക്കുന്നതിനിടയിൽ ഇതെല്ലാം കണ്ട് മാളു ആകെ വിഷമത്തിലായി. അച്ഛാ, അയ്യോ അച്ഛാ, എന്റെ അച്ഛനെ ഈ നകുലിനെ ഓടിച്ചു വിട് അച്ഛാ, അവനെ ഓടിച്ചു വിടച്ചാ എന്ന് പറഞ്ഞ് മാളൂട്ടി വിഷമിച്ചു. ഗംഗയോട് മാളു സങ്കടത്തോടെ പറഞ്ഞു, ഗംഗെ അച്ഛനുമായിട്ട് ആ നകുൽ വഴക്കുണ്ടാക്കുന്നു, ആ നകുലിനോട് പോകാൻ പറ എന്ന് പറഞ്ഞ് ഗംഗയോട് വിഷമം പറയുമ്പോ ഉടനെ അവിടേക്ക് ഗൗരി എത്തിച്ചേരുന്നു. സങ്കടപ്പെടുന്ന മോളെ, എന്റെ മോള് വിഷമിക്കണ്ട, ഞാൻ എത്തി, മഹിയേട്ടനെയോ ഗംഗയെയോ ആ നകുലോ കൂട്ടരോ ഒന്ന് തൊടുക പോലും ഇല്ല, എന്താ വേണ്ടെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ നകുലും മഹിയുമായിട്ട് അവിടെ ഒരു മൽപ്പിടുത്തം തന്നെ നടക്കുന്നത് കണ്ട് വേഗം ഗൗരി തന്റെ ആ രൂപം മാറുന്നു. വലിയൊരു കാളസർപ്പത്തിന്റെ രൂപത്തിൽ അവിടെ വന്ന് നിൽക്കുകയും ആ കാഴ്ച കണ്ട് നകുൽ വല്ലാതെ ഭയന്നു. മഹി തന്നെ കഴുത്തിന് ചുറ്റും വട്ടം പിടിച്ച്
നകുലിനെ അപായപ്പെടുത്താനായി അവിടെ നിന്ന് മഹി ശ്രമിക്കുന്ന സമയത്ത് മഹിയുടെ കൈ വിടുവിച്ച് അവിടെ നിന്ന് നകുൽ പേടിച്ചോടി. ആ കാഴ്ച കണ്ട് നകുലിന്റെ കൂടെ എത്തിയ ആ സമയത്ത് അവിടുന്ന് ഗുണ്ടകളും ഭയന്നോടി. എന്താ കാര്യം എന്നറിയാതെ എല്ലാരും അതിശയപ്പെട്ടങ്ങനെ നോക്കുമ്പോ മാളൂട്ടി മഹിയുടെ അരികിലേക്ക് ഓടിയെത്തി. അച്ഛ എന്ന് വിളിച്ചതും മാളുവിനെ കയ്യിലെടുത്ത് മഹിയെ ആശ്വസിപ്പിച്ചു. പേടിക്കണ്ട കേട്ടോ, ഒരു കുഴപ്പമില്ല, ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് മഹി മാളുവിനെ ആശ്വസിപ്പിച്ചു. ഗംഗയും ആ കാഴ്ച കണ്ട് ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോ ശ്രേയ നകുലും കൂട്ടരും അവിടുന്ന് ഭയന്നോടിയ വിവരം അറിഞ്ഞ് ആകെ നിരാശയിലായി. അപ്പോഴേക്കും കാറിൽ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന നകുലിനോട് ഗുണ്ടകൾ ചോദിച്ചു, അല്ല സാറേ, സാർ എന്താ വേഗം ഓടി ഇങ്ങി പോകുന്നത്? സാറ് പോകുന്നതുകൊണ്ടല്ലേ ഞങ്ങൾ ഓടി വന്ന് കയറിയത്. നമ്മൾ ഇത്രയും പേരുണ്ടായിരുന്നല്ലോ, അവരെ നമുക്ക് അടിച്ചൊതുക്കാമായിരുന്നല്ലോ സാറേ. നമുക്ക് ആ പെൺകൊച്ചിനെ കൊണ്ട് പോന്നാ പോരായിരുന്നോ എന്നെല്ലാം ചോദിച്ചു. അപ്പോഴേക്കും നകുല് പറഞ്ഞു, അതെ, അത് ഞാൻ പോന്നത് അവിടെ വലിയൊരു പാമ്പ് കണ്ടു. ആ പാമ്പിനെ കണ്ടിട്ടാ ഞാൻ വേഗം ഓടിപ്പോന്നത്. അപ്പോഴേക്കും അവര് ചോദിച്ചു, പാമ്പോ? അവിടെയൊന്നും ഞങ്ങൾ കണ്ടില്ലല്ലോ പാമ്പിനെ. ഉടനെ തന്നെ നകുല് പറഞ്ഞു, അതെ, ആ മഹി എന്നോട് ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്ന സമയത്ത് അവിടെ വലിയൊരു സർപ്പം അങ്ങനെ ചീറ്റിക്കൊണ്ട് എന്റെ നേരെ വരുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് വേഗം ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് എന്ന് അറിയിച്ചു. ഉടനെ ആ ഗുണ്ടകൾ പറഞ്ഞു, അത് ഞങ്ങൾ ആരും പാമ്പിനെ കണ്ടില്ലല്ലോ സാറേ. അതുമല്ല, ഇനി ചിലപ്പോ സാറിന് അത് തോന്നിയതാണോ ഈ ഹാലുനേഷൻ എന്ന് പറഞ്ഞതും അടുത്തിരുന്ന ആള് ചോദിച്ചു, നീ എന്താടേ പറയുന്നത്? അല്ലെന്നേ, ഈ ഇല്ലാത്തത് ഉണ്ടെന്നൊക്കെ തോന്നുന്നില്ലേ എന്ന് പറഞ്ഞതും ഉടനെ അയാൾ പറഞ്ഞു, എടാ, അത് ഹാലുനേഷൻ അല്ല, ഹാലുസിനേഷൻ. അതായത് വെറുതെ കാണാത്ത വസ്തു അവിടെ ഉണ്ടെന്ന് ചിന്തിക്കുന്നത്, അത് വെറും ഒരു മിഥ്യാധാരണയാണ്. അങ്ങനെ സാറിന് സംഭവിച്ചെന്നാണോ നീ പറയുന്നത്? വല്ലാത്ത കഷ്ടമായി പോയി സാറേ. അതുമല്ല, ഈ പാമ്പെന്ന് പറഞ്ഞ സാധനത്തെ എനിക്ക് കാണുന്നതേ പേടിയാണ്. വല്ലാത്ത വൃത്തികെട്ട സാധനം, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലത് എന്ന് പറഞ്ഞ് ആ ഗുണ്ടകളും പാമ്പിനെ കുറിച്ച് സംസാരിച്ചു. ഈ സമയത്ത് നകുല് അവരോട് പറഞ്ഞു, നമ്മൾ ഇന്ന് തൽക്കാലം പോകുന്നേ ഉള്ളൂ. പക്ഷെ നാളെ രാവിലെ ഇതിലും കൂടുതൽ ആളുകളുമായിട്ട് നമ്മൾ വീണ്ടും ആ കൈലാസത്തിലേക്ക് ചെല്ലും. നാളെ അവളെ പൊക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. നാളെ നമ്മൾ അവളുമായിട്ടേ അവിടെ നിന്ന് മടങ്ങൂ എന്ന് നകുൽ അറിയിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നകുലിന്റെ സൈഡ് സീറ്റിലായി ഗൗരി വന്നിരുന്നു. ശരിയടാ, നീ നാളെ ഗൗരിയെ കടന്ന് അവിടുന്ന് ഗംഗയെ നീ കൊണ്ടുപോകുമെന്ന് അല്ലെ? മഹിയേട്ടനെയോ മാളുവിനെയോ ഗംഗയെയോ നീ ഒന്ന് തൊടാൻ ശ്രമിച്ചെന്ന് അറിഞ്ഞാലുണ്ടല്ലോ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ ഇപ്പൊ ഞാൻ കാണിച്ചു തരടാ എന്ന് പറഞ്ഞതും പെട്ടെന്ന് നകുൽ സൈഡ് സീറ്റിലേക്ക് നോക്കുമ്പോ വലിയൊരു സർപ്പം, ആ വീട്ടിൽ കണ്ട അതേ സർപ്പം അവിടെ വന്നിരിക്കുന്നത് നകുൽ കണ്ടു. ഉടനെ നകുൽ വല്ലാതെ ഭയത്തോടെ അവരോട് പറഞ്ഞു, ദേണ്ടേ, ഇവിടെ ആ പാമ്പ് ഇരിക്കുന്നടാ, കണ്ടില്ലേ എന്ന് പറഞ്ഞത് അവര് വേഗം നോക്കി. എവിടെ എവിടെ സാറേ, ഇവിടെ എങ്ങും ഇല്ലല്ലോ എന്ന് പറഞ്ഞതും നകുല് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ പേടിച്ചുകൊണ്ട് പതുക്കെ മാറുന്നു. അയ്യോ, ദയാ തന്നെ കൊത്താൻ വരുന്നു എന്ന് പറഞ്ഞ് നകുൽ വല്ലാതെ ഭയന്ന് സ്റ്റിയറിങ് കയ്യിൽ നിന്ന് വല്ലാതെ വഴുതി മാറുന്നു. ഇത് കണ്ടതോടെ പിന്നിലിരുന്ന ഗുണ്ടകൾ പറഞ്ഞു, അയ്യോ സാറേ, സൂക്ഷിച്ചോടിക്കേ സാറേ, സാറ് നോക്കി ഓടിക്കണേ എന്ന് പറഞ്ഞ് നകുലിനോട് അവരത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നകുൽ വല്ലാതെ ഭയന്നുകൊണ്ട് ആ പാമ്പിനെ കണ്ട്, വേണ്ട, ആ പാമ്പ് എന്റെ അടുത്ത് തന്നെ, എന്നെ ഇപ്പൊ ചവിട്ടും എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോ ആ പാമ്പിന്റെ കൊത്തേക്കു എന്ന് പറഞ്ഞ് ഭയന്ന് വിറച്ച് നകുൽ പെട്ടെന്ന് സ്റ്റിയറിങ് വല്ലാത്ത രീതിയിൽ വെട്ടിക്കുകയും വളയ്ക്കുകയും എല്ലാം ചെയ്യുന്നത് കണ്ട് പിന്നിലിരുന്ന ഗുണ്ടകൾ ഭയന്നു. അവസാനം നകുലിന്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ട് ആ കാറ് നേരെ അവിടെ കണ്ട വലിയൊരു മരത്തിലേക്ക് ചെന്നിരിക്കുന്നു. അങ്ങനെ നകുലും ആ ഗുണ്ടകളും അപകടത്തിൽ ആ കാറിനുള്ളിൽ തന്നെ ബോധം മറ്റ് വീണ് കിടക്കുന്ന കാഴ്ച കണ്ട് ആ സമയത്ത് അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഗൗരി പുറത്തിറങ്ങി ആ കാഴ്ച കണ്ട് പുഞ്ചിരിയോടെ നോക്കി. ഇനിയും നീ എന്റെ മാളുവിന്റെയോ മഹിയേന്റെയോ ഒക്കെ പിന്നാലെ വന്നാൽ ഇതായിരിക്കില്ല നിനക്കുള്ള മറുപടി. ഇനി മേലാൽ കൈലാസത്തിന്റെ പടി നീ ചവിട്ടിപ്പോകരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഗൗരി മാറിയുന്നു. ഈ സമയത്ത് കൈലാസത്തിൽ എല്ലാവരും ഗംഗയെ കുറ്റപ്പെടുത്തുന്നു. ഈ നടന്ന സംഭവങ്ങളെല്ലാം ഓർത്ത് ഗംഗ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഹൈമവതി അരികിലേക്ക് എത്തി പറഞ്ഞു, നിർത്തടി നിന്റെ കരച്ചില്. നീ ചെയ്തു കൂട്ടാവുന്നതെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് ഇപ്പൊ നീ നിന്ന് കരയുകയാണല്ലേ? ഓ, നിനക്ക് ഇവിടെ സംഭവിച്ച എല്ലാത്തിനും നീ തന്നെയാണ് ഉത്തരവാദി, നീ തന്നെയാണ് ഇതിനെല്ലാം കാരണക്കാരി എന്ന് പറഞ്ഞ് ഗംഗയെ കുറ്റപ്പെടുത്തി. ഇത് കണ്ട ഉടനെ ഗംഗ ചോദിച്ചു, അത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്നോട് പറ, ആരെങ്കിലും ഒന്ന് പറ, ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന്. ഈ കുടുംബത്തിന്റെ നന്മ മാത്രമല്ലേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഈ കുടുംബത്തിന് നല്ലത് മാത്രം വരണമെന്നേ ഞാൻ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ കുടുംബത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുമാണ് ഞാൻ എന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും വരെ വേണ്ടെന്ന് വെച്ചതും അതെല്ലാം ഞാൻ ത്യജിച്ചതും. എന്നിട്ടും അവസാനം ഇപ്പൊ എല്ലാവരും എന്നെ കുറ്റപ്പെടുന്നത് എന്ത് കാരണത്താലാണ്? എനിക്ക് അതൊന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞതും ഗംഗയുടെ അരികിലേക്ക് ശ്രേയ എത്തി.
നിനക്ക് ഞാൻ പറഞ്ഞു തരാടി, എന്റെ ജീവിതം നീയല്ലേ തകർത്ത് കളഞ്ഞത്, എന്റെ ജീവിതം ഇല്ലാതാക്കിയത് നീയല്ലേ, എന്നിട്ടിപ്പോ നീ വലിയ ന്യായവാദങ്ങൾ പറയുന്നോ എന്ന് ചോദിച്ച് ശ്രേയ ഗംഗയ്ക്ക് നേരെ പാഞ്ഞെടുത്തു. ഗംഗയുടെ അരികിലെത്തിയ ശ്രേയ അങ്ങനെ പറഞ്ഞതും ഗംഗ പറഞ്ഞു, അതിന് ഞാൻ എന്ത് തെറ്റാ ശ്രേയച്ചി ചെയ്തത്? ശ്രേയച്ചിയുടെ വിവാഹം മുടങ്ങിയത് ഞാൻ കാരണമാണോ? ഞാനാണോ മഹിയേട്ടനോട് എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പറഞ്ഞത്? നേരെ മഹിയുടെ അരികിലേക്ക് ഗംഗ എത്തുന്നു. മഹിയേട്ടന് ഇതിനൊന്നും മറുപടി പറയാനില്ലേ? ഞാൻ മഹിയേട്ടനോട് പറഞ്ഞിരുന്നോ എന്റെ കഴുത്തിൽ മഹിയേട്ടൻ താലി കെട്ടണമെന്ന്? ഞാൻ പറഞ്ഞോ മഹിയേട്ടാ എന്ന് ഗംഗ മഹിയോട് ചോദിക്കുമ്പോ മഹിയുടെ ചോദ്യം മഹിക്ക് നേരെയുള്ള ചോദ്യത്തിനുള്ള മറുപടി എന്താണ് മഹി പറയുന്നതെന്ന് അറിയാനായി കൈലാസത്തിലുള്ള എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിന്നു.